ഹലോ ഗേസ്, ഈയിടെയായിട്ട് എൻ്റെ മോർണിംഗുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നന്ദഗോവിന്ദം ഭജൻ്റെ പാട്ടിലൂടെയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സമാധാനവും സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെയാണ്. ഞാൻ രാവിലെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ പാട്ട് ഓണായതുകൊണ്ട് നമ്മുടെ കാശിക്കുട്ടൻ എണീക്കുന്നതേ ആ പാട്ട് കേട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മെയിൻ പരിപാടി നമ്മുടെ LKG-കാരന് കൊടുത്തുവിടാനുള്ള ടിഫിൻ ബോക്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ. സ്നാക്സ് ആയിട്ട് സാധാരണ ആപ്പിളോ റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കാറ്. ഇവൻ ചോറ് കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് കഞ്ഞിയാണ് കൊടുത്തുവിടുന്നത്. സത്യം പറഞ്ഞാൽ കാശിക്കുട്ടനെ സ്കൂളിലാക്കിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഈ ഫുഡ് കൊടുത്തു വിടുന്നതിൻ്റെ കേസിലായിരുന്നു. കുഞ്ഞിലെയൊക്കെ ഒരുവിധം എല്ലാ ഫുഡും കഴിക്കുമായിരുന്നെങ്കിലും പുള്ളിക്കാരൻ കുറച്ച് അറിവായി തുടങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ കിൻഡർഗാർട്ടനിലെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയും സപ്പോർട്ടീവും ഒക്കെ ആയതുകൊണ്ട് അവരെ എല്ലാ കാര്യവും നല്ല ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാശിക്കുട്ടനെ റെഡിയാക്കുന്നത് വരെയുള്ള ആ ഒരു ടൈം എങ്ങോട്ടാണ് ഓടിപ്പോണേന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ പുള്ളിക്കാരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിതീഷ് ഏട്ടാ ഓഫീസിൽ പോകുമ്പോൾ കാശിക്കുട്ടനെ കിൻഡർഗാർട്ടനിലാക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ വൈകുന്നേരം ഞാനാണ് പോയി വിളിക്കാറുള്ളത്. രാവിലെ അവനെ റെഡിയാക്കുന്നത് വരെ അടിയും പിടിയും ബഹളവും ഒക്കെ ആണെന്നുണ്ടെങ്കിലും കാശിക്കുട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ വീട് സൈലൻ്റ് ആണ് കേട്ടോ. വീട് ഫുള്ള് ഉറങ്ങിയതുപോലെയാണ്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് കാശിക്കുട്ടൻ പോയിട്ടുണ്ടേ. അപ്പോൾ ശരി, ഇന്നത്തെ മോർണിംഗ് അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.